നമസ്തേ. ശ്രേഷ്ഠയുടെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. തമിഴ്നാട്ടിൽ ഈറോഡ് ഡിസ്ട്രിക്റ്റിൽ ഭവാനി എന്ന സ്ഥലത്തുള്ള സംഗമേശ്വരർ ക്ഷേത്രത്തിലേക്കാണ് ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇത് അതിപുരാതനമായിട്ടുള്ള ഒരു ശിവക്ഷേത്രമാണ്. ദക്ഷിണ ത്രിവേണി സംഗമം എന്നും ഈ സ്ഥലത്തിന് പേരുണ്ട്. കാരണം 3 നദികളുടെ സംഗമ സ്ഥാനമാണിത്. കാവേരി, ഭവാനി, അമുദ, ഈ 3 നദികളുടെയും സംഗമ സ്ഥാനമാണ് ഈ സ്ഥലം. അതുകൊണ്ട് തന്നെ ഇതൊരു പുണ്യ സ്ഥലം കൂടിയാണ്. ത്രിവേണി സംഗമ സ്ഥലം ആയതുകൊണ്ട് തന്നെ പൂർവികരുടെ മരണാനന്തര ചടങ്ങുകൾ നടത്തുന്ന സ്ഥലം കൂടിയാണ് ഈ സ്ഥലം. അതിപുരാതനമായിട്ടുള്ള ഒരു ക്ഷേത്രമാണിത്. ഈ ക്ഷേത്രവും പാടൽ പെറ്റ സ്ഥലമാണ്. തേവാരത്തിൽ ഈ ക്ഷേത്രത്തിനെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. തേവാരം എഴുതിയ സന്യാസി തിരുജ്ഞാന സംബന്ധരും അതുപോലെ തന്നെ തിരുപ്പുകഴ് എഴുതിയ സന്യാസിയായ അരുണാചല കവിരായരും ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിട്ടുണ്ട്. ചേര, പാണ്ഡ്യ, ചോള രാജാക്കന്മാർ ഭരിച്ചിരുന്ന സമയത്ത് ഈ ക്ഷേത്രത്തിൽ നിന്നും ചിദംബരം ക്ഷേത്രത്തിലേക്ക് ഒരു തുരങ്കം ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ചിദംബരം ക്ഷേത്രത്തിലും ഈ ക്ഷേത്രത്തിലും ഒരേ പൂജകളാണ് ഒരേ സമയത്ത് തന്നെ നടത്തുന്നത്. ഇരു കണ്ണിറുക്കും പോതേ വിണ്ണുയർ ഗോപുരം കാണ വേണ്ടാമോ, ഇരു കണ്ണിറുക്കും പോതേ വിണ്ണുയർ ഗോപുരം കാണ വേണ്ടാമോ. வீணிலுலகை சுற்றி சுற்றி வந்த மேதினி போற்றும் சிதம்பர தேவனை காண வேண்டாமோ, வீணிலுலகை சுற்றி சுற்றி வந்த மேதினி போற்றும் சிதம்பர தேவனை காண வேண்டாமோ, இரு கண்ணிருக்கும் போதே விண்ணுயர் கோபுரம் காண வேண்டாமோ. ശൈവിസത്തിനും വൈഷ്ണവിസത്തിനും ഒരേപോലെ തന്നെ പ്രാധാന്യം നൽകുന്ന ഒരു ക്ഷേത്രമാണിത്. ശിവൻ പ്രധാന പ്രതിഷ്ഠയായിട്ട് ഇവിടെ ഉണ്ടെങ്കിലും മഹാവിഷ്ണുവിന്റെ പ്രതിഷ്ഠയും മഹാലക്ഷ്മിയുടെ പ്രതിഷ്ഠയും ഉണ്ട്. മഹാവിഷ്ണുവിന്റെയും മഹാലക്ഷ്മിയുടെയും പ്രതിഷ്ഠയ്ക്ക് നടുക്കായിട്ട് നരസിംഹമൂർത്തിയുടെ പ്രതിഷ്ഠയുണ്ട്. ഇവിടെയാണ്. പ്രധാന പ്രതിഷ്ഠ ഇവിടെയാണ് സംഗമേശ്വരരുടെ പ്രതിഷ്ഠ. അതിന് നേരെ ഇടത് സൈഡിലായിട്ടാണ് വേദനായകി അമ്മൻ പ്രതിഷ്ഠ. സാധാരണ ശിവപാർവതി എന്ന സങ്കല്പം പോലെ തന്നെ ഇവിടത്തെ ഒരു സങ്കല്പം എന്ന് പറയുന്നത് സംഗമേശ്വരരും വേദനായകി അമ്മൻ ഇത് രണ്ടുമാണ്. അതായത് ശിവനും പാർവതിയും തന്നെയാണ്. വേദനായകി അമ്മൻ പ്രതിഷ്ഠ ഇവിടെയാണ്.
ശിവന്റെയും പാർവതിയുടെയും പ്രതിഷ്ഠകളുടെ നടുക്കായിട്ടാണ് സുബ്രഹ്മണ്യന്റെ പ്രതിഷ്ഠയുള്ളത്. ഈ കാണുന്നത് ശിവന്റെ ക്ഷേത്രമാണ്, ഇത് പാർവതിയുടെയും, ഈ നേരെ കാണുന്നതാണ് സുബ്രഹ്മണ്യ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിന്റെ ചരിത്രം വളരെ രസകരമായിട്ടുള്ള ഒരു കഥയാണ്. വൈശ്രവസിന്റെ പുത്രനാണ് കുബേരൻ. കുബേരൻ എന്ന് കേട്ടിട്ടുണ്ടല്ലോ. കുബേരൻ വലിയൊരു ശിവഭക്തനായിരുന്നു. അതുകൊണ്ട് കുബേരന് ശിവക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുവാൻ വേണ്ടിയിട്ട് പുഷ്പക വിമാനം സമ്മാനമായിട്ട് കൊടുത്തു. അപ്പോ പുഷ്പക വിമാനത്തിൽ കയറി ഒരുപാട് ശിവക്ഷേത്രങ്ങൾ കുബേരൻ ദർശിക്കുമായിരുന്നു. അങ്ങനെ ഈ ഒരു സ്ഥലത്തെത്തിയപ്പോ ഒരു ഇലന്തൈ എന്ന് പറഞ്ഞ ഒരു വൃക്ഷമുണ്ട്. അത് ഭവാനി നദിയുടെ തീരത്താണ്. ഭവാനി നദി മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ 3 നദികളുടെ സംഗമ സ്ഥാനമായിരുന്നു അത്. ഭവാനി, കാവേരി, അമുദ, ഈ 3 നദികളും ചേരുന്ന സ്ഥലം. ഈ നദിയുടെ തീരത്ത് ഒരു ഇലന്തൈ വൃക്ഷം ഉണ്ടായിരുന്നു. ആ വൃക്ഷത്തിന്റെ ചുവട്ടിൽ നിന്നിട്ട് ഒരുപാട് മൃഗങ്ങള് ആ നദിയിൽ നിന്ന് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. സിംഹമുണ്ട്, കടുവ, മാൻ, എലി, പൂച്ച, പട്ടി, ആന, സർപ്പം, ഇവരെല്ലാരും ഒന്നിച്ചു നിന്നിട്ട് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. സാധാരണ എന്താ സംഭവിക്കുക? ഇവരെല്ലാം ശത്രുക്കളല്ലേ? ഇപ്പൊ കടുവ മാനിനെ കണ്ട വെറുതെ വിടുവോ? തിന്നും ഇല്ലേ? പക്ഷെ ഇവരെല്ലാം ശത്രുത ഇല്ലാതെ അവിടെ ഒന്നിച്ചു നിൽക്കുന്നത് കണ്ടു. അപ്പം കുബേരന് മനസ്സിലായി ആ സ്ഥലത്തിന് എന്തോ ഒരു പ്രത്യേകത ഉണ്ടെന്ന്. അപ്പൊ ഒരു അശരീരി കേട്ടു, ആ ഇലന്തൈ വൃക്ഷത്തിനടിയിൽ ഒരുപാട് ശിവലിംഗങ്ങൾ ഉണ്ട്, അപ്പൊ ഇവിടെ ഒരു ക്ഷേത്രം സ്ഥാപിക്കണം. അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇത്. അങ്ങനെയാണ് ഇവിടെ ഒരു ക്ഷേത്രം സ്ഥാപിതമായത്. അത്രയും പുണ്യമായിട്ടുള്ള ഒരു സ്ഥലമാണിത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ മനസ്സിന് വളരെയേറെ ശാന്തി ലഭിക്കും. ശത്രുതയെല്ലാം മറന്ന് നമ്മൾ വളരെ സമാധാനത്തോടു കൂടി ജീവിക്കും എന്നാണ് പറയപ്പെടുന്നത്. ഇങ്ങനെ ഒരു കഥ ഈ സ്ഥലത്തിനെ കുറിച്ച് പുരാണങ്ങളിൽ പറയപ്പെടുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, അതിപുരാതനമായിട്ടുള്ള ക്ഷേത്രങ്ങളുടെ എല്ലാ ആർക്കിടെക്ചർ വളരെ മനോഹരമാണല്ലേ. അതുപോലെ തന്നെയാണ് ഈ ക്ഷേത്രത്തിന്റെയും ആർക്കിടെക്ചർ. അത്ഭുതകരമായിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ നമുക്ക് ഈ ക്ഷേത്രത്തിൽ കാണാൻ സാധിക്കും. പാർവതി ദേവിയുടെ പ്രതിഷ്ഠയുള്ള സ്ഥലത്ത് അതിന് മുമ്പിലായിട്ട് 2 ശില്പങ്ങളുണ്ട്. ഈ 2 ശില്പങ്ങളും കാഴ്ചയിൽ ഒരേപോലെയാണ് ഇരിക്കുന്നത്. പക്ഷേ ഈ ശില്പങ്ങളിൽ 2ലും പാല് കൊണ്ടോ വെള്ളം കൊണ്ടോ അഭിഷേകം ചെയ്തു കഴിഞ്ഞാൽ ഒരു ശില്പം നമ്മളെ നോക്കി ചിരിക്കുന്നത് പോലെയും മറ്റേത് കണ്ണീർ ഉതിർക്കുന്നത് പോലെയും നമുക്ക് തോന്നും. ഇങ്ങനെയുള്ള ഒരുപാട് അത്ഭുതങ്ങൾ ഈ ക്ഷേത്രത്തിൽ കാണാം. നമ്മൾ കണ്ടിട്ടുണ്ട്, ഇതിനു മുമ്പും തമിഴ്നാട്ടിലെ ഒരുപാട് പുരാതന ക്ഷേത്രങ്ങളിൽ ഇതുപോലുള്ള ശില്പങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ. അതേപോലെയുള്ള ഒരു ക്ഷേത്രം തന്നെയാണിത്. ശരിക്കും കരിങ്കല്ലിൽ തീർത്ത അത്ഭുതങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെയാണ് ത്രിവേണി സംഗമം. 3 നദികൾ ഒത്തുചേരുന്ന സ്ഥലം. ഭവാനി, അമുദ, കാവേരി, ഈ 3 നദികളുടെയും സംഗമസ്ഥാനം നമുക്കിവിടെ കാണാം. ഇവിടെ ഇരുന്നിട്ട് ഒരുപാട് പേര് മരണാനന്തര ചടങ്ങുകൾ നടത്തുന്നുണ്ട്. ഒരുപാട് അത്ഭുതങ്ങൾ നടന്നിട്ടുള്ള ക്ഷേത്രമാണല്ലേ ഇത്.
അതെ, ഒരുപാട് അത്ഭുതങ്ങൾ ഈ ക്ഷേത്രത്തിൽ വെച്ച് നടന്നിട്ടുണ്ട്. 1807 കോയമ്പത്തൂർ കളക്ടർ ആയിരുന്ന വില്യം കാരോ, അപ്പം ബ്രിട്ടീഷ് റൂൾ ആയിരുന്നല്ലോ ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. അപ്പം കോയമ്പത്തൂർ കളക്ടർ ആയിരുന്ന വില്യം കാരോ ഒരു ദിവസം ഭവാനിയിൽ വന്ന് ഗസ്റ്റ് ബംഗ്ലാവിൽ താമസിച്ചു. അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ പെൺകുട്ടി വന്നിട്ട് കതക് തട്ടിയിട്ട് അദ്ദേഹത്തെ പുറത്തേക്ക് വിളിച്ചുകൊണ്ട് പോയി. അദ്ദേഹം പുറത്തിറങ്ങിയപ്പോൾ തന്നെ ആ ബംഗ്ലാവ് തകർന്ന് താഴെ വീണു. അപ്പൊ ആ കുട്ടിയോട് നന്ദി പറയാനായിട്ട് അദ്ദേഹം തിരിഞ്ഞു നോക്കിയപ്പോൾ ആ കുട്ടിയെ കണ്ടില്ല എന്ന്. ഭയങ്കര അതിശയായിപ്പോയി അദ്ദേഹത്തിന്. അടുത്ത ദിവസം അദ്ദേഹം അവിടെ വന്ന പുരോഹിതനോട് ഇങ്ങനെ ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ പുരോഹിതൻ പറഞ്ഞു എന്നത് തീർച്ചയായിട്ടും ഇവിടുത്തെ വേദനായകി അമ്മനാണ് വന്ന് രക്ഷിച്ചത് താങ്കളെ എന്ന് പറഞ്ഞു. അപ്പം അതില് ഭയങ്കര അതിശയം തോന്നി. ദേവിയുടെ ഭക്തനായി മാറി അദ്ദേഹം എന്നാണ് പറയുന്നത്. അതുപോലെ അദ്ദേഹം ഈ ക്ഷേത്രത്തിലേക്ക് ഒരു വലിയൊരു സ്വർണ്ണ തകിട് സമ്മാനമായിട്ട് ഏൽപ്പിച്ചു. അതിപ്പോഴും ഇവിടെ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ ബംഗ്ലാവിൽ നിന്ന് ഈ ക്ഷേത്രത്തിലേക്ക് നോക്കി തൊഴുവാൻ വേണ്ടിയിട്ട് വേദനായകി അമ്മന്റെ ആ ഒരു ഭിത്തിയിൽ 3 ദ്വാരങ്ങൾ ഇട്ടിട്ട് അവിടെ നിന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുമായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. 4 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന വലിയൊരു ക്ഷേത്ര സമുച്ചയമാണിത്. ഈ ക്ഷേത്രത്തിന്റെ കോമ്പൗണ്ടിനുള്ളിൽ തന്നെ ഒരുപാട് ചെറിയ ചെറിയ ക്ഷേത്രങ്ങളുണ്ട്. അതുപോലെ ഈ ക്ഷേത്രത്തിന്റെ ഗോപുരം വലിയൊരു ഗോപുരമാണ്. 5 നിലകൾ ആയിട്ടാണ് ഈ ക്ഷേത്രത്തിന്റെ ഗോപുരം നിർമ്മിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിനുള്ളിൽ തന്നെ ഉപക്ഷേത്രങ്ങളായിട്ട് വിഷ്ണു, മഹാലക്ഷ്മി, നരസിംഹം, അതുപോലെ തന്നെ ഗണപതി, സുബ്രഹ്മണ്യൻ, നവഗ്രഹം, ഈ എല്ലാ ക്ഷേത്രങ്ങളും ഉണ്ട്. ദക്ഷിണ ത്രിവേണി സംഗമസ്ഥാനമായ സംഗമേശ്വര സന്നിധിയിൽ വരാൻ സാധിച്ചത് വലിയൊരു ഭാഗ്യമായി കരുതുന്നു. പഴയതും പുതിയതുമായ ഒരുപാട് ക്ഷേത്രങ്ങളിൽ ഇനിയും നമുക്ക് സഞ്ചരിക്കാം. മറ്റൊരു ശ്രേഷ്ഠ അധ്യായത്തിൽ വീണ്ടും കാണാം. നമസ്തേ.